ഹൂസ് പിന്നെ രാജേന്ദ്ര പ്രസാദ് സെർവ്ഡ് ആസ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഡ്യൂറിംഗ് ദ ഇയർ 2020. ശ്രീ രാഹുൽ ഈശ്വർ, രണ്ട് തന്ത്രിമാരുടെ പേരുകൾ വന്നിട്ടുണ്ടല്ലോ ഈ കൂട്ടത്തിൽ അല്ലെ? മഹേഷ് മോഹനരുമുണ്ട്, കണ്ഠര് രാജീവരുമുണ്ട്. അപ്പോൾ ഈ 2025 ഈ കൊള്ള ശ്രമം, അത് പ്രശാന്ത് പറഞ്ഞിരുന്നത് ഞങ്ങൾ കൊടുത്തുവിട്ടൊന്നുമല്ല, കൊണ്ടുപോവുകയായിരുന്നു ചെയ്തത്. ചെമ്പ് തെളിഞ്ഞു വന്നപ്പോൾ ഞങ്ങൾ സ്വർണം പൂശാൻ കൊണ്ടുപോയി, ഒരു ക്രമക്കേടും ഞങ്ങൾ നടത്തിയിട്ടില്ല, ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം തിരിച്ചു കൊണ്ടുവന്നു എന്നൊക്കെയാണ്. പക്ഷേ ഹൈക്കോടതി പിടിച്ചു, സ്പെഷ്യൽ കമ്മീഷണർ അത് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് ചെയ്തതുകൊണ്ട് എന്നുള്ളതാണല്ലോ വാസ്തവം. അന്നും ഞാൻ പറയുന്നതായിരുന്നു, ഈ ചർച്ചകളിലൊക്കെ പറഞ്ഞതാണ്, 2019 എന്ത് നടന്നോ അതിനെ ക്രമവൽക്കരിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അത് പിന്നീട് ഒരിക്കലും പുറത്തു വരാതിരിക്കുന്നതിന് വേണ്ടി 2025 കാലഘട്ടത്തിൽ, അത് 2023 നവംബറിൽ തുടങ്ങി ഒരു വെള്ളപൂശലായിരുന്നു, സ്വർണം പൂശൽ. പക്ഷേ 2019 കാര്യങ്ങൾക്ക് വെള്ള പൂശുന്നതിന് വേണ്ടിയുള്ള ഒരു സ്വർണം പൂശൽ നാടകമായിരുന്നു അത്. അതാണ് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. രണ്ട് തന്ത്രിമാരുടെ ഇൻവോൾവ്മെന്റ് വന്നിരിക്കുന്നു 2019-25 കാലഘട്ടങ്ങളിൽ നോക്കുമ്പോൾ. ശ്രീ മഞ്ജുഷ്, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള SIT കുറിച്ച് പറയുന്നതിനെ കുറിച്ച് എന്നോട് ക്ഷമിക്കുക. കാരണം ജസ്റ്റിസ് ബദറുദ്ദീന്റെ അടക്കം വിധിന്യായങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുകയാണ്. SITയിലുള്ള വിശ്വാസം പൊതുവിൽ വിശ്വാസികൾക്കും ഭക്തജനങ്ങൾക്കും കുറഞ്ഞു വരുന്നതോ പൊതുസമൂഹത്തിൽ ചോദ്യങ്ങൾ ഉയരുന്നതിന്റെ കാരണം SITയുടെ ഇതുവരെയുള്ള നടപടികളാണ്. ആദ്യഘട്ടത്തിൽ നമ്മൾ എല്ലാവരും 100% ആൾക്കാരും SITക്ക് വേണ്ടി കൈയടിച്ചു. എന്നിട്ട് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ പോലുമുള്ള SIT എന്ന് പറയപ്പെടുന്ന SIT ഡിസംബർ ആകുമ്പോൾ, തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എല്ലാവിധ ഊർജവും ആവേശവും പോയ SIT ആയി. അത് പറഞ്ഞതാരാ? ജസ്റ്റിസ് ബദറുദ്ദീൻ, കേരള ഹൈക്കോടതിയുടെ ജസ്റ്റിസ് തന്നെയാണ്. അപ്പം കേരള ഹൈക്കോടതിയുടെ പൂർണ്ണമായ മേൽനോട്ടത്തിലാണെങ്കിൽ ഏതെങ്കിലും തദ്ദേശ ഇലക്ഷൻ വരികയാണെങ്കിൽ അതിന്റെ ഊർജ്ജം പോകേണ്ട ആവശ്യമുണ്ടോ? ആരെങ്കിലും അറസ്റ്റ് ചെയ്യാതിരിക്കേണ്ട ആവശ്യമുണ്ടോ? ജസ്റ്റിസ് ബദറുദ്ദീൻ എങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ? രണ്ട്, എന്റെ ഏതെങ്കിലും തരത്തിൽ ബന്ധു ആയതുകൊണ്ടല്ല, വിശ്വാസികൾ അയ്യപ്പന്റെ പിതാവായി കാണുന്ന തന്ത്രിയെ കള്ളക്കേസിൽ കുടുക്കി 41 ദിവസം ജയിലിലിട്ടു. ബഹുമാനപ്പെട്ട കൊല്ലം കോടതിയുടെ വിധിയിൽ 4 സ്ഥലങ്ങളിലാണ് പറയുന്നത്. 2 സ്ഥലങ്ങളിൽ നോട്ട് ഈവൻ ആൻ അയോട്ട ഓഫ് എവിഡൻസ് എന്ന് എടുത്തു പറയുന്നു. 2 സ്ഥലങ്ങളിൽ ദർ ഈസ് നത്തിങ് ടു പ്ലേസ് ഓൺ റെക്കോർഡ് എന്ന് പറയുന്നു. അതായത് SITയുടെ ഒന്നുമില്ല എന്ന കാര്യം ബഹുമാനപ്പെട്ട കോടതി വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്നു. 3, മഞ്ജുഷിനും എനിക്കും നമുക്കെല്ലാം ആക്സസിബിൾ ആയിരുന്നല്ലോ SITയുടെ റിമാൻഡ് റിപ്പോർട്ട്. അതിൽ പറഞ്ഞിരുന്നത് എന്താണ്? തന്ത്രി അയ്യപ്പന്റെ അനുമതി മേടിച്ചില്ല, അതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യുന്നതെന്നാണ്. അയ്യപ്പന്റെ ദൈവത്തിന്റെ അനുമതി മേടിക്കാത്തതുകൊണ്ട് ഇന്ത്യയിൽ ആദ്യമായി അറസ്റ്റ് ചെയ്ത ആളായിരിക്കും ശബരിമല തന്ത്രി. അപ്പോ SITക്ക് ഒരുപാട് തെറ്റുകളിലേക്കോ നടപടി ക്രമങ്ങളുടെ പോരായ്മകളിലേക്കോ പോയിട്ടുണ്ട്. എന്തിന്? ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടി തന്ത്രിയുടെ വീട്ടിൽ തന്ത്രിയോട് അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്ത് ദേവസ്വം ബോർഡുകാർ കൊടുത്തുവിട്ട വാജിവാഹനം, ഹൈക്കോടതിയിൽ ഓൾറെഡി റിപ്പോർട്ടുള്ള വാജിവാഹനം, തന്ത്രിയുടെ വീട് റെയ്ഡ് ചെയ്ത് പിടിച്ചത് ആർക്ക് വേണ്ടിയായിരുന്നു? അപ്പൊ SIT PIT ആയി മാറി, പിണറായി ഇൻവെസ്റ്റിഗേഷൻ ടീമായി മാറി എന്നുള്ളത് സത്യമാണ്. ഇനി 2, ശ്രീ രമേശ് ചെന്നിത്തല, അങ്ങനെയാണെങ്കിൽ PS പ്രശാന്തിന്റെ പേര് കൂടി പുതുതായിട്ട് വരുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ പിണറായി ഇൻവെസ്റ്റിഗേഷൻ ടീമാണെങ്കിൽ ഇപ്പൊ അല്ല, മുമ്പ് ഉണ്ടായിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ മുമ്പ് പത്മകുമാറിന്റെ പേര് എങ്ങനെ വന്നു? വാസുവിന്റെ പേര് എങ്ങനെ വന്നു? രണ്ടും CPM കാരായിരുന്നു. അല്ല, ആദ്യ ഘട്ടവും 2ാം ഘട്ടവും തമ്മിലുള്ള വ്യത്യാസം. അതായത് 2019 കാര്യമായിരുന്നു അന്ന് അന്വേഷണം. ഇപ്പോൾ 2025 കാര്യവും SIT റിപ്പോർട്ടായി നൽകിയപ്പോൾ PS പ്രശാന്തും പ്രതിസ്ഥാനത്തേക്ക് വരുന്നു. അങ്ങനെ വരുമ്പോൾ അല്ലല്ല, തന്ത്രിമാരുടെ താങ്കൾ തന്ത്രിമാരെ മാത്രം ഒഴിവാക്കുകയാണ് അതിൽ നിന്നല്ലേ? SITയുടെ കണ്ടെത്തലിൽ നിന്ന് ഒഴിവാക്കുകയല്ല. കൊല്ലം കോടതി കൃത്യമായി കൊല്ലം കോടതിയുടെ വിധിന്യായത്തിൽ പറയുന്നത് അമ്പലത്തിന് 2 രീതിയിലാണ് പ്രവർത്തനങ്ങൾ ഉള്ളത്. ഒന്ന് സ്പിരിച്വലും റിച്വലിസ്റ്റിക്കുമാണ്. തന്ത്രിക്ക് ശ്രീകോവിലിനുള്ളിലുള്ള കാര്യങ്ങൾക്ക് മാത്രമേ അധികാര അവകാശങ്ങളുള്ളൂ. അതാണ് സത്യം. പക്ഷേ ഹൈക്കോടതി ഇന്നലെ ഉത്തരവിൽ സ്ട്രിഞ്ചന്റ് ആക്ഷനിലേക്ക് പോകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. BNS അനുസരിച്ചുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകണം എന്നുള്ള കാര്യമാണ്. ആ വിധി ഒന്നുകൂടെ മനസ്സിരുത്തി വായിച്ചാൽ നാലാമത്തെ പേജിലെ 4ാമത്തെ പാരഗ്രാഫ്, 4ാമത്തെ പേജിലെ 4ാമത്തെ പാരഗ്രാഫ്, അതിലാണ് SITയുടെ ക്ലെയിമുകളെ കുറിച്ചാണ് പറയുന്നത്. അതായത് SIT പറയുന്നത് അതിന് അവസാനം ഹൈക്കോടതി നിരീക്ഷണവും പറയുന്നുണ്ട്. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ തന്ത്രി കുറ്റക്കാരനാണെന്ന് പറയുന്നില്ല, കുറ്റക്കാരനൊന്നും പറയില്ലല്ലോ. ഇപ്പോൾ ആ സാഹചര്യം വന്നിട്ടില്ലല്ലോ. എവിഡൻസ് ഉണ്ട് എന്ന് SIT പറയുന്നുണ്ട് എന്നാണ് പറയുന്നത്. 2, ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്ത് ഓവർവെൽമിംഗ് എവിഡൻസ് ആണ് തന്ത്രിക്കെതിരെ ഇതിന് മുമ്പുണ്ടായിരുന്നത്? അല്ല, അങ്ങനെയാണെങ്കിൽ കോടതിക്ക് ഇത് ഇപ്പോൾ ജാമ്യം നൽകിയ കോടതിയുടെ നിരീക്ഷണമുണ്ട്, അത് ശരിയാണ്. പക്ഷേ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന്റെ നിരീക്ഷണം എന്ന് പറയുന്നത് സ്ട്രിഞ്ചന്റ് ആക്ഷനിലേക്ക് പോകാം എന്നുള്ളതാണ്, കേസെടുത്ത് അന്വേഷണവുമായി മുന്നോട്ട് പോകാം എന്നുള്ളതാണ്. എന്നല്ലേ ഒരു കോടതി അപ്പോൾ കുറ്റവാളി ആകാം, അല്ലാതിരിക്കാം, രണ്ടും അതിനകത്ത് വന്നിട്ടുണ്ട് കേട്ടോ. 100% അല്ല, വന്നോട്ടെ ഭാവി, 100% തന്ത്രി കുറ്റവാളി എന്നെന്ന് പറയാൻ കാരണം തന്ത്രിക്ക് എന്തെങ്കിലും മെച്ചമുള്ളതുകൊണ്ടല്ല.
ആത്മീയ കാര്യങ്ങൾ കൊണ്ടുമല്ല. തന്ത്രിക്ക് ഇത്തരം കാര്യങ്ങളിൽ യാതൊരു ഉത്തരവാദിത്വവും അവകാശങ്ങളും ഇല്ല. കാര്യം അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളാണ് ഇതെല്ലാം. അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ ദേവസ്വം ബോർഡിനും ദേവസ്വം മാനുവൽ പാലിക്കേണ്ടത് ദേവസ്വം ബോർഡാണ്. യഥാർത്ഥത്തിൽ തന്ത്രി ഇത്തരം കാര്യങ്ങൾ ഇൻവോൾവ് അല്ല. നേരെ തിരിച്ച് തന്ത്രിയെ ഈ കള്ളക്കേസിൽ കുടുക്കിയ, എനിക്ക് തോന്നുന്നു BJP-യുടെ ശ്രീ ജയസൂര്യൻ സാർ വളരെ ഗംഭീരമായിട്ട് ഇന്നലെ ഒരു ചാനലിൽ എന്നോട് പറയുകയുണ്ടായി. തന്ത്രിയെ കുടുക്കിയത് പോലും ബാക്കി ആരെയോ രക്ഷിക്കാനോ ഫോക്കസ് തെറ്റിക്കാനോ, തന്ത്രിയുടെ അടക്കം കള്ളക്കേസാണെന്ന് പിന്നീട് പറഞ്ഞ് ആ ഗ്യാപ്പിലൂടെ ബാക്കിയുള്ളവരെ രക്ഷിക്കാനാണോ എന്ന് CPM-ന്റെ കാലത്തിന്റെ കാര്യം. ശ്രീ ഷാബു പ്രസാദ്, PS പ്രസാദിന്റെ കാര്യം ശരിയാണ്. കാരണം അദ്ദേഹം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നു. ഈ രണ്ടാമത് ദ്വാരപാലക സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലേക്ക് കൊടുത്തുവിടുന്ന സമയത്ത് 2023 നവംബറിൽ തന്നെ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിരുന്നു. ബോർഡ് മീറ്റിങ്ങുകൾ, അതുപോലെ തന്നെ ഇത് ചെമ്പുപാളികൾ തെളിഞ്ഞു, അതുകൊണ്ട് ഇതിൽ സ്വർണം പൂശിയേ പറ്റുകയുള്ളൂ എന്ന രീതിയിലുള്ള ഒരു നടപടിയിലേക്ക് വരുന്നതിന് വേണ്ടി, അതിനുള്ള ഉത്തരവുകൾ വരുന്നതിന് വേണ്ടി അങ്ങനെ 2025 ഓഗസ്റ്റ് മാസം കൊടുത്തുവിടുന്നു. സെപ്റ്റംബറിലാണല്ലോ ഇത് പുറത്തു വരുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞത് ഇത് സ്വർണം പൂശുവാൻ കൊണ്ടുപോയിരിക്കുകയാണ്, നടപടിക്രമങ്ങൾ പാലിച്ചാണെന്നായിരുന്നു. പിന്നീട് ബോധ്യപ്പെട്ടു ഇത് സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെയാണ് കൊണ്ടുപോയത്. പിന്നെ സന്നിധാനത്തിൻ്റെ പരിധി വിട്ട് വെളിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അറ്റകുറ്റപ്പണിക്ക്, അത് ലംഘിച്ചു. ഇതെല്ലാം പറഞ്ഞ അവസാനം ഹൈക്കോടതി പറഞ്ഞു തിരികെ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ മാപ്പ് പറഞ്ഞ് തിരികെ കൊണ്ടുവരികയാണ് ചെയ്തത്. PS പ്രസാദ് ഇപ്പോഴും പറയുന്നത് ഞങ്ങൾ മാപ്പ് പോലും പറഞ്ഞതാണല്ലോ, പിന്നെ എന്നെ പ്രതിയാക്കുന്നത് ഇത് രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന്. സർക്കാർ മാറിയല്ലോ, അതുകൊണ്ട് ഇപ്പോൾ പ്രതിയായപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെയും പറയാം. പക്ഷെ ഇവിടെ തന്ത്രിയെ എന്ത് കാര്യത്തിന് പ്രതിപട്ടികയിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ള കാര്യമാണ്. 2025 ഈ നീക്കത്തിലും അങ്ങനെ തന്ത്രിമാരുടെ പേരുകൾ പറയുകയാണ്. രാഹുൽ പറയുന്നത് ഇതിൽ തന്ത്രിക്ക് എന്ത് പങ്കാണുള്ളതെന്നാണ്. മഞ്ജുഷേ, ബാക്കി ഇതിന്റെ നിയമപരമായ എല്ലാ വശങ്ങളും മാറ്റി നിർത്തൂ. രാഹുൽ പറയുന്നത് പറയുന്നത് ശരിയാണ്. ഈ പറഞ്ഞ പോലെ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സിൽ തന്ത്രിക്ക് നിയമപരമായി യാതൊന്നും ചെയ്യാനില്ല. തന്ത്രിക്ക് അതിനുള്ള പവറില്ല. ഇവിടെ അതൊന്നുമല്ല പ്രശ്നം. ഇപ്പൊ നമ്മൾ ഇവിടെ ഇരുന്ന് ഈ ശബരിമല വിഷയം ചർച്ച ചെയ്യുന്നു, എത്രയോ നാളായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നു. നമുക്കൊക്കെ എന്തെങ്കിലും നിയമപരമായ അവകാശങ്ങളോ നിയമപരമായ അധികാരങ്ങളോ ഉണ്ടായിട്ടാണോ ഈ വിസിൽ ബ്ലോവേഴ്സ് ആയിട്ട് മാധ്യമങ്ങളും ഇവിടെയുള്ള നിരീക്ഷകരും ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ കാലങ്ങളായി ഇവിടെ ചർച്ച ചെയ്യുന്നതും നമ്മൾ സമൂഹത്തിനെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നതും? അല്ലല്ലോ. നിയമപരമായ അവകാശം എന്നുള്ളതല്ല അവിടുത്തെ വിഷയം. ഞാൻ ചോദിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, ഇവിടെ ശബരിമല തന്ത്രിക്ക് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒക്കെ നാട്ടിൽ ക്ഷേത്രങ്ങളുണ്ട്. ഈ ക്ഷേത്രങ്ങൾക്കെല്ലാം തന്ത്രിമാരുമുണ്ട്. ഈ തന്ത്രിമാർ 24 മണിക്കൂർ അവിടെ വന്നിരിക്കുന്ന ഏർപ്പാട് ഏതെങ്കിലും അമ്പലത്തിൽ കണ്ടിട്ടുണ്ടോ? നമ്മൾ കണ്ടിട്ടില്ല. ഇനിയും ഈ താഴമൺ മഠത്തിന് തന്നെ ആ മധ്യ തിരുവിതാംകൂറിലെ ഒരു കുറഞ്ഞതൊരു 50 ക്ഷേത്രങ്ങളിലെങ്കിലും തന്ത്രമുണ്ട് അവർക്ക്. ഞാൻ തിരുവിതാംകൂറുകാരനാണ്, പന്തളംകാരനാണ്. ഏതെങ്കിലും ഈ താഴമൺ മഠത്തിന് ഇതേ തന്ത്രിക്ക് തന്ത്രമുള്ള ഈ ക്ഷേത്രങ്ങളിൽ അതിന്റെ ഉത്സവകാലത്തോ അല്ലെങ്കിൽ ഉടനീളം ഈ തന്ത്രിയുടെ പ്രസൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ തന്ത്രിക്കാണ് പ്രാധാന്യം. ശരി, ക്ഷേത്രത്തിന്റെ അതോറിറ്റിയാണ് തന്ത്രി, ഞാൻ അത് നിഷേധിക്കുന്നില്ല. പക്ഷെ ഈ ശബരിമലയിൽ മാത്രമാണ് ഈ തന്ത്രി ഉടനീളം അവിടെ ഉണ്ടാവുക. ശരി, അയ്യപ്പന്റെ പിതൃസ്ഥാനത്താണ്, ദേവതയുടെ പിതൃസ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ്, ഒക്കെ ശരി തന്നെ. നിയമപരമായ അധികാരങ്ങളില്ല, അതും ശരി, അതും നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷെ എൻ്റെ ചോദ്യം വളരെ ലളിതമാണ്. അതായത് അവിടെ നടക്കുന്ന ഒരു കാര്യത്തിലും ഒരധികാരവുമില്ലാത്ത, ശബ്ദിക്കാൻ ഒന്ന് നാവ് പൂട്ടിവെച്ചും ഒരക്ഷരം പോലും മിണ്ടാൻ കഴിയാതെ കയ്യും കെട്ടി കണ്ണും പൂട്ടിയിരിക്കുന്ന, അവിടെ വരുന്ന പണം മാത്രം കൊണ്ടുപോകുന്ന ഒരു ജീവിക്കുന്ന മാംസപിണ്ഡം മാത്രമാണോ ഈ തന്ത്രി എന്ന് പറയുന്നത്? ഈ തന്ത്രിക്ക് ഇപ്പം ഞാനും മഞ്ജുഷും അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്നവരും പറയുന്നത് പോലെ ഒന്ന് പറയാൻ, അതായത് ഈ കൺമുമ്പിൽ നടക്കുന്ന കൊള്ള, കൺമുമ്പിൽ നടക്കുന്ന അനീതി, ഈ കൊടിയ അനീതികളെ ഒന്ന് ചൂണ്ടിക്കാട്ടാനും ഒന്ന് ഭക്തജനങ്ങൾ, അയ്യപ്പൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അധികം ആദരവോടെയും ആരാധന അങ്ങനെ കാണുന്നൊരു വ്യക്തിയാണ്. ആ വ്യക്തിക്ക് അങ്ങനെ ഒരു ഉത്തരവാദിത്തമില്ല. നിയമപരമല്ല ഞാൻ ഈ പറഞ്ഞത്. അത് ഇപ്പോൾ ജാമ്യം നൽകിയ കോടതി പറഞ്ഞ കാര്യം ശരിയാണ്. കാരണം തന്ത്രിക്കെതിരെ തെളിവില്ല, നിയമപരമായിട്ട് തെളിവില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ കൺമുന്നിൽ ഇതെല്ലാം കാണുന്നു. 2019 സ്വർണം പൂശി കൊണ്ടുവന്നതാണ്. പക്ഷെ അത് പിന്നീട് ചെമ്പ് തെളിഞ്ഞു. 40 വർഷത്തെ ഗ്യാരണ്ടിയിൽ കൊണ്ടുവന്ന സാമഗ്രിയുടെ
ചെമ്പ് തെളിഞ്ഞു, പിന്നെയും സ്വർണം പൂശാൻ കൊടുത്തു വിടുന്നു. ഇതൊക്കെ തന്ത്രിക്ക് അറിയാവുന്ന കാര്യമാണ് എന്നാണല്ലോ താങ്കൾ പറയുന്നത്. പക്ഷെ മറുവശവുമുണ്ട്, തന്ത്രി ഇത് അറിഞ്ഞിരിക്കേണ്ട കാര്യമുണ്ടോ എന്ന്, അതിലെ അഡ്മിനിസ്ട്രേറ്റീവ് വശം. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഇതൊക്കെ സംസാരിക്കേണ്ട കാര്യം എന്താണ് മഞ്ജുഷേ? രാഹുൽ പറഞ്ഞത് ശരിയാണ്. ഹൈക്കോടതിയുടെ റെഫറൻസ്, ഒരു അയോട്ട ഓഫ് എവിഡൻസ്, ഇതൊക്കെ വെച്ചിട്ട് തന്ത്രിയെ ശിക്ഷിക്കാനൊന്നും പറ്റില്ലായിരിക്കാം. അതിന്റെ നിയമവശം. ഞാൻ ഇതൊന്നും അല്ല പറഞ്ഞത്. ഇതിന്റെ ധാർമ്മികത എന്ന് പറയുന്ന ഒരു സാധനമില്ലേ, അവിടെയാണ് നമുക്കൊക്കെ ബുദ്ധിമുട്ടുള്ളത്. കൺമുമ്പിൽ നടക്കുകയാണ് കാര്യങ്ങൾ. അദ്ദേഹത്തിനൊന്നും അറിയാൻ വയ്യ, അദ്ദേഹം ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് അതിനെക്കാട്ടിൽ കുറ്റകരമാണ്. ഈ ശ്രീകോവിൽ ഇളക്കി എടുത്തോണ്ട് പോകുന്നു. അതിന്റെ ഇളക്കിയെടുക്കാൻ ഈ സാധനം ഊരിയെടുക്കാൻ പറ്റുക? അത് എന്തിനു കൊണ്ടുപോകുന്നു? ഇതൊരു അനീതിയാണ്. ഇത് ചെയ്യാൻ പാടില്ല. അദ്ദേഹത്തിന് അധികാരമുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. അതിനെ ശക്തമായി വിലക്കാൻ, അല്ലെങ്കിൽ അതിനെ തടയാൻ, അല്ലെങ്കിൽ അത് സമൂഹത്തിനെയും ഭക്തജനങ്ങളെയും ബോധിപ്പിക്കാനുള്ള ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വം, വളരെ വലിയ ഉത്തരവാദിത്വമാണത്. അത് അയ്യപ്പന്റെ പിതൃസ്ഥാനത്തിരിക്കുന്ന തന്ത്രിക്കുണ്ട്. അത് തന്ത്രി ചെയ്തില്ല. ഞാൻ പറഞ്ഞല്ല അദ്ദേഹത്തിനെ ശിക്ഷിക്കാൻ പറ്റില്ലായിരിക്കാം. ശരി, പക്ഷേ രാഹുലെ, തന്ത്രിയെ വീണ്ടും അറസ്റ്റ് ചെയ്യുവാനുള്ള ഒരു സാഹചര്യം കൂടി വന്നിട്ടുണ്ട് കേട്ടോ. കാരണം ഹൈക്കോടതി ഇങ്ങനെ ഒരു നിരീക്ഷണം നടത്തുമ്പോൾ, ആ ഇടക്കാല ഉത്തരവിൽ തന്നെ ഇടം പിടിക്കുമ്പോൾ 2 തന്ത്രിമാരുടെയും പേരുകൾ, ഇത് തന്ത്രിമാർ ഓരോ വർഷവും മാറുകയാണല്ലോ അല്ലെ, അതെ റൊട്ടേഷൻ ആണല്ലോ. അതിൽ കണ്ഠരര് രാജീവരുടെ പേരുമുണ്ട്, മോഹനരുടെ പേരുണ്ട്, മോഹനല്ല മഹേഷ് മോഹനരുടെ പേരുമുണ്ട്, മഹേഷിന്റെ പേരുണ്ട്. 2025 ബഹുമാനപ്പെട്ട ഹൈക്കോടതി കണ്ടെത്തിയ സ്വർണ്ണക്കൊള്ള 2019 മുൻകൂട്ടി കണ്ട് അവിടെ നിന്ന് സ്വർണം എടുത്തോണ്ട് പോകുമ്പോൾ കായികമായി തന്ത്രി തടയണമെന്ന് പറഞ്ഞാൽ തന്ത്രിയുടെ പേര് ബ്രഹ്മശ്രീ രാജീവൻ തന്നെ. ബ്രഹ്മശ്രീ അങ്ങനെയല്ലോ, തന്ത്രിക്ക് അറിയാവുന്ന കാര്യമല്ലേ ഈ ഉരുപ്പടികൾ അവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള കാര്യം തന്ത്രിക്ക് അറിയാമല്ലോ. ഉരുപ്പടികൾ കൊണ്ടുപോകാൻ പറ്റില്ല, അത് സന്നിധാനത്ത് തന്നെ വേണം, അറ്റകുറ്റപ്പണി വേണമെങ്കിൽ സന്നിധാനത്ത് നടത്തണം. അത് നോക്കാൻ ദേവസ്വം പ്രസിഡന്റ്, മെമ്പർമാര്, ദേവസ്വം കമ്മീഷണർ, ഹൈക്കോടതിയുടെ അടക്കമുണ്ട്. നിയമപരമായിട്ട് അങ്ങനെയാണ്. ഷാബുവും പറഞ്ഞില്ലല്ലോ അത് നിയമപരമായിട്ടുള്ള കാര്യം. പക്ഷേ ഭക്തരുടെ ബാക്കിയുള്ളവർ കേൾക്കാനാണ് ഈ വരി ഒന്ന് കേൾക്കണേ. ദേവസ്വം പ്രസിഡന്റ്, ദേവസ്വത്തിന്റെ 2 മെമ്പർമാർ, ദേവസ്വത്തിന്റെ കമ്മീഷണർ, തിരുവാഭരണം കമ്മീഷണർ, ഹൈക്കോടതിയുടെ മുന്നേറ്റം, ഇവരുടെ എല്ലാം ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായ ഒരു കാര്യം അവരാരും ചെയ്യാത്തത് കാരണം തന്ത്രി തടയണമായിരുന്നു. തന്ത്രി 2019 എടുത്തോണ്ട് പോകുമ്പോൾ തന്ത്രിക്ക് എങ്ങനെ അറിയാം ഇത് തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പോകുന്നതെന്ന്? അങ്ങനെ മുൻകൂട്ടി കാണാനൊന്നും പറ്റൂലല്ലോ. തന്ത്രിക്ക് മാത്രമേ അറിയാവുള്ളൂ കേട്ടോ ഈ സ്വർണം ക്ലാഡ് ചെയ്തതാണ് എന്നുള്ള കാര്യം. അങ്ങനെയും വേണമെങ്കിൽ പറയാം. 1998 കാര്യം അറിയാം, 98 കാര്യം അറിയാം, 19 എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം അറിയാം. അല്ല, 2019 അറ്റകുറ്റപ്പണി നടത്തി തിരിച്ചു കൊണ്ടുവന്ന സാമഗ്രി 2023 എങ്ങനെ ചെമ്പായി എന്നുള്ള കാര്യം, ചെമ്പ് തെളിഞ്ഞു എന്നുള്ള കാര്യം തന്ത്രിക്കറിയാം. അവിടെയാണ് തന്ത്രി സ്വർണ്ണപ്പണിക്കാരനല്ല, സ്വർണത്തിന്റെ കാര്യത്തിൽ എക്സ്പെർട്ടീസ് ഉള്ള ഒരാളല്ല, ഉള്ളിലെ കാര്യങ്ങളിലുമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ, മഞ്ജുഷിന്റെ അടക്കം എല്ലാ ചാനലുകളും എല്ലാ വർഷവും ക്യാമറയായിട്ട് അവിടെ പോകുന്നതല്ലേ? ക്യാമറ ആദ്യം തുറക്കുന്നതേ ദ്വാരപാലകരല്ലേ? എപ്പോഴും ശ്രീകോവിലിൽ നിന്ന് കാണുന്നതല്ലേ? നമുക്കറിയില്ല. അതായത് സ്വർണം ഇപ്പോഴും പോട്ടെ, ചോദിച്ചോ മഞ്ജുഷെ, സ്വർണം പൂച്ചിയതും സ്വർണം പതിച്ചതും തമ്മിലുള്ള വ്യത്യാസം ശ്രീ മഞ്ജുഷിനോ എനിക്കോ ശ്രീ ഷാബു പ്രസാദിനോ ബാക്കി അന്നവിടെ വലിയ ചർച്ചയായതാണ് ഇത്. ഈ കോടതി ഉത്തരവിൽ തന്നെയുണ്ടല്ലോ അല്ല, ചെമ്പ് തെളിഞ്ഞ കാര്യം 2023 വലിയ ചർച്ചയായതാണ് സന്നിധാനത്ത്. അതെ, അപ്പൊ ആൾക്കാർ വിചാരിച്ചു ഇതിന്റെ ഏതെങ്കിലും രീതി ക്വസ്റ്റ്യൻ മാറ്റി കൊടുക്കണമെന്ന്. തന്ത്രിക്ക് യാതൊരു ഉത്തരവാദിത്വവും ധാർമ്മികമായ പോലും ഉത്തരവാദിത്തം ഇല്ലാത്ത കാര്യം. തിരിച്ചാലോചിച്ച് നോക്കിയേ, അവിടെ ഞാൻ ഹൈക്കോടതിയെ കുറ്റം പറയല്ലേ, ഹൈക്കോടതിയുടെ മേൽനോട്ടമുള്ള ഒരു അമ്പലമല്ലേ ശബരിമല? ഈ 6 വർഷമായിട്ട് സ്വർണ്ണക്കൊള്ള പറഞ്ഞിട്ട് ഹൈക്കോടതി അറിയാത്ത എന്താ? ഞാൻ ആ ചോദ്യം ചോദിക്കുന്നില്ല, പക്ഷെ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇത്രയും കാലം ഹൈക്കോടതി അറിയാത്തത് 6 വർഷം എങ്ങനെ മറച്ചു വെക്കാൻ കഴിഞ്ഞു? ദേവസ്വം മന്ത്രി, ദേവസ്വം പ്രസിഡന്റ്, മെമ്പർമാര്, ദേവസ്വം കമ്മീഷണർ, തിരുവാഭരണ കമ്മീഷണർ, ദേവസ്വത്തിന്റെ ബാക്കി ഉദ്യോഗസ്ഥർ, ഹൈക്കോടതി, ഇവരെല്ലാം ഏതോ ജോലിയിൽ പിഴവ് പറ്റിയതിന് തന്ത്രിയെ കുറ്റം പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? പക്ഷെ അവസാനം കണ്ടെത്തിയത് ഹൈക്കോടതി നിയോഗിച്ച ആൾ തന്നെയാണ് കേട്ടോ. ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ കമ്മീഷണർ തന്നെയാണ് കണ്ടെത്തിയത്. 6 വർഷത്തിന് ശേഷം. അല്ല, അതിന്റെ പ്രശ്നം എന്താണെന്ന് പറയട്ടെ. അല്ല, 2019 സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയി തിരികെ കൊണ്ടുവച്ചതിന് ശേഷം 2023 ചെമ്പ് തെളിഞ്ഞു തുടങ്ങിയപ്പോൾ ഒരു പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡർ ഇടുന്നു. അങ്ങനെ 2025 കൊണ്ടുപോകുന്നു. ആ സമയത്ത് സംശയം തോന്നി പിടികൂടി കേട്ടോ.
ആ പിടികൂടിയത് അപ്പോൾ അവിടെ- അഭിനന്ദിച്ചേ ഞാൻ മതിയാവുകയുള്ളൂ. പറഞ്ഞത് അത് അത് പിടികൂടി ഹൈക്കോടതി നിയോഗിച്ച അഭിനന്ദിക്കണം. സ്പെഷ്യൽ കമ്മീഷണറാണ് പിടികൂടിയത്. ഇതൊന്നും അത് അല്ല, അതില്ല, അന്ന് തന്ത്രിയുടെ പിടികൂടിയില്ലായിരുന്നെങ്കിൽ മറ്റൊരു കാര്യം കൂടി സംഭവിച്ചേനെ. അത് ഇന്നലെ പ്രശാന്ത് പറഞ്ഞ പോലെയാണ്. പ്രശാന്ത് പറഞ്ഞത് എന്താണ്, PS പ്രശാന്ത് പറഞ്ഞത് എന്താണ്, ഞങ്ങളിത് ഇത് തെളിയിക്കുന്നതിന് കൂട്ടുനിന്ന ആളുകളാണല്ലോ എന്നാണ്. കാരണം ഈ 2019 ഫയലുകളെല്ലാം ഞങ്ങൾ തന്നെയാണ് ഹൈക്കോടതിക്ക് കൊടുത്തത് എന്നാണ്. പക്ഷെ അതിനു മുൻപ് ഈ പ്രശാന്തിന്റെ നേതൃത്വത്തിൽ നടന്ന തട്ടിപ്പ് അത് സ്പെഷ്യൽ കമ്മീഷണർ കണ്ടെത്തി ഹൈക്കോടതിയെ അറിയിക്കുകയായിരുന്നു. അത് സൗകര്യപൂർവ്വം അദ്ദേഹം മറച്ചു വെക്കുകയാണ്. ഒരു കാര്യം കൂടെ, ഒരു കാര്യം ശ്രീ ഷാബു പ്രസാദ് റേസ് ചെയ്ത ഒരു പ്രത്യേക പോയിന്റ് ഉണ്ട്. ശബരിമലയിലെ തന്ത്രിയുടെ പ്രത്യേകത ഒന്ന് ഓർക്കുക. ശബരിമല എന്ന തീർത്ഥാടന കേന്ദ്രത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. ഉദാഹരണം, കറപ്പെടുത്ത് നമ്മൾ വേറെ ഒരു അമ്പലങ്ങളിലും പോകാറില്ല ശബരിമലയിലല്ലാതെ. 41 ദിവസം വ്രതം എന്ന സംവിധാനം, 18 പടികൾ എന്ന സംവിധാനം, സാധാരണ ദേഹശുദ്ധി മനഃശുദ്ധിക്കപ്പുറം നൈഷ്ഠിക ബ്രഹ്മചര്യം എന്ന സംവിധാനം, അത് അയ്യപ്പസ്വാമി ക്രോഡീകരിച്ചിരിക്കുന്ന ഒരു യുണീക്കായ തീർത്ഥാടന കേന്ദ്രമാണ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു പിൽഗ്രിം സൈറ്റാണ്. അതുകൊണ്ട് ഒരുപാട് അവിടെ പ്രത്യേകതകളുണ്ട്. തന്ത്രി എന്ന് പറയുന്ന വ്യക്തിയെ അപകീർത്തിപ്പെടുത്താൻ CPM-കാര് പലപ്പോഴും ശ്രമിക്കാറുണ്ട്. കാര്യം CPM-ന് നേരെ ചോദ്യം വന്നപ്പോൾ ആ ചോദ്യത്തെ ഡൈവേർട്ട് ചെയ്യാൻ, വിശ്വാസികളുടെ ദൈവത്തിന്റെ പിതാവും ഈ കേസിലുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ അവർ കൊണ്ടുവന്നതാണ്. നമ്മൾ വിശ്വാസികൾ ഒരുമിച്ച് നിന്ന് CPM-നെ എതിർക്കേണ്ട സമയത്ത് ചില ആൾക്കാരെങ്കിലും ചില കാര്യങ്ങളുടെ തെറ്റിദ്ധാരണ കൊണ്ട് തന്ത്രി എതിർക്കാൻ നോക്കുക. CPM കളിച്ച കള്ളക്കളിയാണിത്. ശരി ശ്രീ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.